ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരീ സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, സ്പേസ് ചാനൽ വചനവേദിയിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏലിയാ സ്ലീവാ മൂശാക്കാലം 10-ാം ഞായറിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തിരുസഭ മാതാവ് വചനവിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകുന്ന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 23 മുതൽ 34 വരെയുള്ള വചനഭാഗങ്ങളാണ്. യേശു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന അത്ഭുതവും 2 പിശാച് ബാധിതരെ സുഖപ്പെടുത്തുന്ന അത്ഭുതവുമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഈ സുവിശേഷ ഭാഗം യഥാവിധി വിചിന്തനം ചെയ്യുന്നതിന് വേണ്ടി അതിന് തൊട്ടു മുൻപുള്ള വചനഭാഗവും നാം പരിഗണിക്കേണ്ടതുണ്ട്. ഇവിടെ യേശുവിൻ്റെ ശിഷ്യത്വത്തെപ്പറ്റിയുള്ള പ്രബോധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിന് ചുറ്റും തടിച്ചുകൂടുന്ന ഒരു ജനാവലി. അവിടെ 2 മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. യേശുവിൻ്റെ ശിഷ്യനാകുവാനായിട്ട് അമിതമായ ആവേശത്തോടെ കടന്നു വരുന്ന ഒരു വ്യക്തി. അവൻ പറയുകയാണ്, ഗുരോ, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗമിക്കും. എന്നാൽ യേശു അവനെ പിന്തിരിപ്പിക്കുവാൻ പരിശ്രമിക്കുകയാണ്. എന്നാൽ മറ്റൊരു വ്യക്തി, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തി തടസ്സം പറഞ്ഞു പോകുമ്പോൾ, ഞാൻ എൻ്റെ പിതാവിനെ സംസ്കരിക്കുവാൻ അനുവദിച്ചാലുമെന്ന് പറയുമ്പോൾ അവനോട് ഉടനെ തന്നെ യേശുവിനെ അനുഗമിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ 2 പ്രതികരണങ്ങൾ ഒരുപക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമുണ്ടാക്കാം. എന്തുകൊണ്ടാണ് യേശു പക്ഷഭേദം കാണിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇതിന് ഉത്തരമുണ്ട്. ഇത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് കടന്നു വരുവാനുള്ള വിളി എന്നത് അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ടാണ് അവിടെ ഈശോ പറയുക, ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്, തിരഞ്ഞെടുക്കുകയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല. യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുവാൻ വേണ്ട, യേശുവിൻ്റെ തിരഞ്ഞെടുപ്പിന് യോഗ്യനാകാൻ വേണ്ട മറ്റൊരു മാനദണ്ഡമെന്നത് അത് അമിത ആത്മവിശ്വാസമോ ആവേശമോ അല്ല, മറിച്ച് ആഴമേറിയ ആശ്രയ മനോഭാവമാണെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരു കുഞ്ഞിനെ മുന്നിൽ നിർത്തിയിട്ട് ഈശോ ഇപ്രകാരം പറയുന്നത്, ഈ ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്ന്. യേശുവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ പാതയിലൂടെ നടന്നു നീങ്ങുമ്പോൾ, ദുർഘടമായ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ, യേശുവിൻ്റെ കുരിശിൻ്റെ പാതയിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ പരാതി കൂടാതെ സന്തോഷത്തോടെ പുഞ്ചിരിയോടുകൂടെ യേശുവിൻ്റെ കൂടെ നടന്നു പോകണമെങ്കിൽ നമുക്ക് ഒരു ശിശുവിൻ്റെ ആശ്രയ മനോഭാവം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലം നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് തുടർന്നുള്ള വചനഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. യേശു പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് വഞ്ചിയിൽ കയറ്റി മറുകരയ്ക്ക് കടന്നു പോകുന്ന മനോഹരമായൊരു ചിത്രം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ചിത്രമാണ്. വഞ്ചി എന്നത് സഭയുടെ പ്രതീകമാണ്. യേശുവിനോട് കൂടെ വഞ്ചിയിൽ കയറിയ ആ ശിഷ്യന്മാർ യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട മാമോദീസ വഴി തിരുസഭയിൽ അംഗമായി ചേർന്ന നമ്മുടെ എല്ലാവരുടെയും പ്രതീകങ്ങളാണ്. സഭയാകുന്ന വഞ്ചിയിൽ സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ കാറ്റും കോളും ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ കാറ്റും കോളും ഉണ്ടാകുമ്പോൾ പ്രതിസന്ധികൾ ഉയരുന്ന ഘട്ടത്തിലും ആത്മധൈര്യം കൈവിടാതെ, നഷ്ടധൈര്യരാകാതെ, അമരത്ത് ക്രിസ്തുവുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ ശക്തി പ്രാപിക്കുവാൻ ഈശോ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതമാകുന്ന യാത്രയിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ പ്രത്യാശയുടെ കിരണങ്ങൾ അസ്തമിച്ചു പോകുമ്പോൾ, പ്രതീക്ഷയുടെ ഇത്തിരി വെട്ടം അണഞ്ഞു പോകുമ്പോൾ, അമരത്ത് യേശുവുണ്ട് എന്നുള്ള ബോധ്യത്തോടെ യേശുവിൽ ആശ്രയിക്കുവാൻ ഈശോ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ഒരു ചിലന്തിയുടെ കഥയുണ്ട്. യേശുവിൻ്റെ ക്രൂശിത രൂപത്തിൽ യേശുവിൻ്റെ ശിരസ്സിനും കുരിശിനുമിടയിൽ
സുരക്ഷിതമായിട്ട് വലകെട്ടി ഒളിച്ചിരിക്കുന്ന ഒരു ചിലന്തി. യേശുവിൻ്റെ ആ കുരിശിൽ ഒന്ന് തട്ടി ഈ ചിലന്തി താഴേക്ക് വീണു. എന്നാലത് വീണ്ടും യേശുവിൻ്റെ കുരിശിലേക്ക് കയറി വരികയാണ്. വീണ്ടും വന്ന് പഴയ സ്ഥാനത്ത് വാസമുറപ്പിച്ചു. ഒരിക്കൽ കൂടി ആ കുരിശിലൊന്ന് തട്ടി ചിലന്തി താഴെ വീണു. വീണ്ടും പൂർവാധികം ശക്തിയോടെ ചിലന്തി മടങ്ങി വരികയാണ്. ഇതൊരു ക്രിസ്തു ശിഷ്യൻ്റെ മുഖമാണ് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരിക. ജീവിതത്തിലെ ഞെട്ടിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും തിരിച്ച് ക്രൂശിതനിലേക്ക് മടങ്ങി വരുന്ന ഒരു ക്രിസ്തു ശിഷ്യൻ. എന്നാൽ ഈ ചിലന്തിയുടെ ജീവിതത്തിൽ ഒരു ദുരന്ത അനുഭവമാണ് പിന്നീട് കുറിക്കുക. ഒരിക്കൽ കൂടി ഈ ചിലന്തിയെ പുറത്തേക്ക് ഇറക്കി വിട്ടു. ചിലന്തി വല അടിച്ച് ഭദ്രമാക്കി തൂത്ത് വൃത്തിയാക്കി കുരിശ് പഴയ സ്ഥാനത്ത് സ്ഥാപിച്ചു. ചിലന്തി മടങ്ങിയെത്തി. യേശുവിൻ്റെ കാൽപാദങ്ങളിലൂടെ ഇഴഞ്ഞ് ഉടലിലൂടെ മുകളിലേക്ക് കയറി തൻ്റെ പഴയ സ്ഥാനത്തേക്കെത്തി. എന്നാൽ യേശുവിൻ്റെ ശിരസ്സിന് പുറകിലുണ്ടായിരുന്ന തൻ്റെ വല അവിടെ കണ്ടില്ല. ഈ ചിലന്തി ക്രൂശദ്രൂപത്തിന് ഗുഡ് ബൈ പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. പിന്നീട് ഒരിക്കലും അത് മടങ്ങി വന്നില്ല എന്നാണ് പറയുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിലും ഒരുപക്ഷെ നമുക്കൊക്കെ സംഭവിക്കാവുന്ന ഒരു ദുരന്തമാണിത്. ക്രിസ്തു ശിഷ്യരായ നമ്മുടെ ജീവിതത്തിൽ ഞെട്ടിപ്പിക്കുന്ന സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ യേശുവിൻ്റെ പക്കലേക്ക് തിരിച്ചെത്താറുണ്ട്. നമ്മളൊക്കെ ഒത്തിരിയേറെ യാചനകളുമായിട്ട് അപേക്ഷകളുമായിട്ട് യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാറുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ പ്രത്യാശയുടെ കിരണങ്ങൾ അപ്രത്യക്ഷമാകുന്ന വേളയിൽ, പ്രതീക്ഷയുടെ ഇത്തിരിവട്ടം അവസാനിക്കുമ്പോൾ, വിപരീത അനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതം കടന്നു പോകുന്ന അവസരങ്ങളിൽ നാം യേശുവിൻ്റെ പക്കലേക്ക് തിരിച്ചെത്താറുണ്ടോ? ഏതാനും നാളുകൾക്ക് മുമ്പ് ഞാനൊരു രോഗിയെ സന്ദർശിക്കുകയുണ്ടായി. ഒരു നല്ല കർഷകനായിരുന്നു അദ്ദേഹം. എന്നാൽ ഷുഗർ വന്ന് അദ്ദേഹത്തിൻ്റെ 2 കാൽമുട്ടുകളും മുട്ടുകൾക്ക് കീഴിൽ മുറിച്ചു മാറ്റിയ അവസ്ഥയിൽ ഇദ്ദേഹത്തെ ആശുപത്രി കിടക്കയിൽ കണ്ടപ്പോൾ ഒത്തിരിയേറെ സങ്കടത്തോടു കൂടെയാണ് ഞാൻ ചെല്ലുക. എന്താണ് ഇദ്ദേഹത്തോട് പറയുക? വലിയ വിശ്വാസ തീക്ഷ്ണതയുള്ള വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു വാക്കുപോലും എന്നോട് സംസാരിക്കുവാൻ അദ്ദേഹം അനുവദിച്ചില്ല. മറിച്ച് ദൈവസ്നേഹത്തെക്കുറിച്ച് അദ്ദേഹം എന്നോട് സംസാരിക്കുകയാണ്. എൻ്റെ വിശ്വാസ ജീവിതത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അദ്ദേഹം പറയുവാണ്, അച്ഛാ, എനിക്ക് വേദനയില്ല, എനിക്ക് പരാതിയില്ല, മറിച്ച് ഞാൻ എൻ്റെ യേശുവിനെ കൂടുതൽ സ്നേഹിക്കുകയാണ്. എൻ്റെ കാൽമുട്ട് 2 മുറിച്ചു മാറ്റിയ ആ നിമിഷം മുതൽ ഞാൻ എൻ്റെ യേശുവിനെ കൂടുതൽ സ്നേഹിക്കുകയാണ്. എൻ്റെ വേദനയിൽ ഞാൻ ക്രൂശിത രൂപത്തിലേക്ക് നോക്കും. കുരിശിൽ കിടക്കുന്ന ഈശോ എൻ്റെ സമീപത്തേക്ക് വരും. എന്നെ കെട്ടിപ്പിടിച്ച് എന്നെ ഉമ്മ വയ്ക്കുന്ന മനോഹരമായ ഒരു ഓർമ്മ. പ്രിയപ്പെട്ടവരെ, ഇത് യഥാർത്ഥ വിശ്വാസമുള്ള ഒരു വ്യക്തിയുടെ ജീവിത മനോഭാവമാണ്. 2 കാലും മുറിയപ്പെട്ട ഒരു കർഷകൻ എന്നത് എല്ലാ പ്രത്യാശയുടെ കിരണങ്ങളും അസ്തമിച്ച ഒരു വ്യക്തിക്ക് തുല്യനാണ്. എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ, തൻ്റെ ജീവിതത്തിൻ്റെ അമരത്ത് ക്രിസ്തുവുണ്ടെന്നുള്ള ശക്തി, ക്രിസ്തുവുണ്ടെന്നുള്ള ആ ബോധ്യം ആ മനുഷ്യനെ ശക്തിപ്പെടുത്തുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ഈ ഒരു വിശ്വാസ ചൈതന്യം നമുക്കുണ്ടോ എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ചിന്തിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിൻ്റെ തീച്ചൂളയിൽ കർത്താവിന് സ്വീകാര്യങ്ങളായ ജീവിതങ്ങളും, നമ്മുടെ ജീവിതങ്ങൾ യേശുവിന് പ്രീതികരങ്ങളായ ജീവിതമായിട്ട് മാറുന്നത് സഹനങ്ങളിലുള്ള പങ്കാളിത്തത്തിലാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, ഞാൻ യേശുവിൻ്റെ കൈകളിലെ കളിപ്പന്താണ്. യേശുവാകുന്ന കളിക്കൂട്ടുകാരൻ ഞാനാകുന്ന പന്തിനെടുത്ത് മടിയിൽ വയ്ക്കും, തട്ടിക്കളിക്കും, വലിച്ചെറിയും. എന്നാൽ എനിക്ക് പരാതിയില്ല, പരിഭവമില്ല. കാരണം ഞാൻ യേശുവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ തളരാതെ, പ്രതിസന്ധികളിൽ തളരാതെ,
എൻ്റെ ജീവിതത്തിൻ്റെ അമരത്ത് ക്രിസ്തുവുണ്ട് എന്ന മനോഭാവത്തോടെ ജീവിതത്തിലെ വെല്ലുവിളിയെ നേരിടാൻ ഈ തിരുവചന ഭാഗം നമ്മെ ശക്തിപ്പെടുത്തുകയാണ്. കടലിനെയും കാറ്റിലിനെയും ശാന്തമാക്കുന്ന യേശുവിനെ കണ്ട് അത്ഭുതപ്പെട്ട് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. അതിൻ്റെ ഉത്തരമാണ് തുടർന്നുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുക. പിശാചുകളെ ബഹിഷ്കരിക്കുന്ന യേശുവിലൂടെ നമ്മൾ കാണുകയാണ് ഈശോ ദൈവപുത്രനാണ്. പിശാച് ബാധിതരായ ആ മനുഷ്യർ യേശുവിനെ കണ്ട ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് ദൈവപുത്ര എന്ന്. ഈശോ ദൈവപുത്രനാണ്. എന്താണ് യേശുവിൻ്റെ ദൗത്യമെന്നും ഈ തിരുവചനം നമ്മോട് പറയുകയാണ്. ഈ ലോകത്തിൽ നിന്നും പിശാചിനെ ബഹിഷ്കരിക്കുക എന്നാണ് യേശുവിൻ്റെ ദൗത്യം. വിശുദ്ധ യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, പിശാചുകളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനും മനുഷ്യനെ ദൈവമക്കളായിട്ട് മനസ്സിലാക്കി അവരെ സ്നേഹിക്കാനും അങ്ങനെ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള യാഥാർത്ഥ്യത്തിൽ സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുവാനും ഈ തിരുവചന ഭാഗങ്ങൾ നമ്മളെ ശ്രമിക്കുകയാണ്. ഇന്നേ ദിവസം നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, അങ്ങ് തന്ന വിശിഷ്ടമായ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ ഈശോയെ, ഇത് ഞങ്ങളുടെ തിരഞ്ഞെടുപ്പല്ല. ഞങ്ങളുടെ ജീവിതം എന്നത് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ തിരഞ്ഞെടുപ്പാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ശിഷ്യത്വത്തിൻ്റെ ഈ വഴിയിൽ ഇടറാതെ പാദം തളരാതെ മുന്നേറുവാൻ, ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ജീവിതത്തിൻ്റെ അമരത്ത് അങ്ങുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ ശക്തിയോടെ മുന്നേറുവാൻ വേണ്ട കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ.